ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ടൈൽ മോഷൻ ആണ്. നമുക്കറിയാം പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് +2 ക്ലാസ്സിലെ ഫിഫ്ത്ത് ഓഫ് 4 മോഷൻ ഇൻ എ പ്ലെയിൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, അതിൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൊജക്ടൈൽ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡെറിവേഷൻസ് ആയിക്കോട്ടെ, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാം അങ്ങനെ ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ് പ്രൊജക്ടൈൽ മോഷൻ. സോ നമുക്ക് ഡെറിവേഷൻസിലേക്കും തിയറിയിലേക്കും കിടക്കാം. കോർ തിയറി നമുക്ക് ആദ്യം അതിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വരാം. ഡിഫൈനിങ് പ്രൊജക്ടൈൽ മോഷൻ. വാട്ട് ഈസ് എ പ്രൊജക്ടൈൽ? എന്താണ് പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്? ഒബ്ജക്ട് ദാറ്റ് ഈസ് ഇൻ ഫ്ലൈറ്റ് ആഫ്റ്റർ ബീങ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ് ഈസ് കോൾഡ് എ പ്രൊജക്ടൈൽ. ഇറ്റ്സ് പാത്ത് ഈസ് എ ട്രജക്ടറി. അതായത് നമ്മളൊരു ഫോർ എക്സാമ്പിൾ ബോൾ എടുക്കുകയാണെങ്കിൽ ബോളിനെ നമ്മൾ എറിയുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ പാത്തിലായിരിക്കും ബോൾ സഞ്ചരിക്കുന്നുണ്ടാവുക. അങ്ങനെ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും ത്രോൺ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്തതിന് ശേഷം അതെന്തായിരിക്കും, അതൊരു ഫ്ലൈറ്റ് ഒരു മോഷനിലായിരിക്കും. ആ ഒരു മോഷനെയാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊജക്റ്റൈൽ മോഷനിൽ ഈ ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്ന പാത്ത് ഏതാണോ ആ പാത്തിനെയാണ് നമ്മൾ പ്രൊജക്ടറി എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസ് ഓഫ് മോഷൻ. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മോഷൻസ് ആർ ഇൻഡിപെൻഡന്റ്. രണ്ട് മോഷൻ ഉണ്ടായിരിക്കും, ഹൊറിസോണ്ടൽ ആയിട്ടും അത് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും, അതേപോലെ വെർട്ടിക്കൽ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ രണ്ട് മോഷൻസും പരസ്പരം ഇൻഡിപെൻഡന്റ് ആണ്. Horizontal velocity remain constant while vertical velocity changes due to gravity. വെർട്ടിക്കൽ മാത്രമാണ് ചേഞ്ച് ചെയ്യുള്ളൂ, ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി വെലോസിറ്റി കോമ്പണൻസ്. ഇനീഷ്യൽ സ്റ്റേറ്റ് അനാലിസിസ്. നമ്മൾ ആദ്യം ഒരു പ്രൊജക്ടൈൽ മോഷൻ കൺസിഡർ ചെയ്യാണ്. പ്രൊജക്ടൈൽ ലോഞ്ച്ഡ് വിത്ത് വെലോസിറ്റി v at an angle theta. v വെലോസിറ്റിയിലെ തീറ്റ ആംഗിളിലാണ് നമ്മൾ ഇത് പ്രൊജക്ട് ചെയ്യുന്നത്. അത് പ്രൊജക്ട് ചെയ്തതിനു ശേഷം ആ ഒബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന പാത്താണ് ഈ പാത്ത്. ഇതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി, വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് വെലോസിറ്റി. നമുക്കറിയാം വെലോസിറ്റി ഒരു വെക്ടറാണ്. ആ വെക്ടറിനെ നമുക്ക് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ കോമ്പണന്റ് കിട്ടും, വെർട്ടിക്കൽ കോമ്പണന്റ് കിട്ടും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്താണ്? v0x is equal to v0 cos theta. ഇവിടെ യു എന്നാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഹൊറിസോണ്ടൽ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് വെലോസിറ്റി ഇങ്ങനെ പോകുന്നു, അപ്പൊ യു വെലോസിറ്റി, ഇവിടെ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, കുഴപ്പമില്ല. യു വെലോസിറ്റി നമ്മൾ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്യുന്ന തീറ്റ ആംഗിളിൽ ഈ ഹൊറിസോണ്ടൽ കോമ്പണന്റിൽ തീറ്റ ആംഗിൾ കിടക്കുന്നത് യു കോസ് തീറ്റ അല്ലെങ്കിൽ വി കോസ് തീറ്റ വാട്ടവർ. വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത് എന്താണ്? യു സൈൻ തീറ്റ അതല്ലെങ്കിൽ വി സൈൻ തീറ്റ നമുക്ക് പറയാം. ഒറിജിനൽ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആണ് ഇത്. പ്രത്യേകം മനസ്സിലായല്ലോ. അത് നമ്മൾ ഹൊറിസോണ്ടൽ കോമ്പണന്റിന് എക്സ് എന്നും കൊടുത്തു, വെർട്ടിക്കൽ കോമ്പണന്റിന് വൈ എന്നും സബ്സ്ക്രിപ്റ്റിൽ കൊടുത്തു. അത്രയുള്ള കാര്യം. അതിലെ വെർട്ടിക്കൽ കോമ്പണന്റ് മാത്രമാണ് ചേഞ്ച് ചെയ്യുക അക്കോർഡിംഗ് ടു ഗ്രാവിറ്റി. ഇനി ഇക്വേഷൻ ഓഫ് പാത്ത് ട്രജക്ടറി. ദി പാത്ത് ഓഫ് എ പ്രൊജക്ടൈൽ ഈസ് എ പരാബോള. അറിയാവുന്ന കാര്യമാണ് നമുക്ക്. പ്രൊജക്ടൈലിന്റെ ആ ഒരു പാത്ത് നോക്കുകയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും? ഇത് പരാബോള ആയിരിക്കും. ബൈ എലിമിനേറ്റിംഗ് സൈൻ ഫ്രം ക്വസ്റ്റ്യൻ ഇക്വേഷൻസ് വി ഗെറ്റ് നമ്മുടെ പൊസിഷൻ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന് നമ്മൾ സൈനിന്റെ ടേമിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. y is equal to tan theta x minus g by 2 into v0 cos theta whole square into x square, where y is equal to x plus bx square. ഈ x plus bx square എന്നതിന്റെ ഫോമാണ് മാക്സിമം പഠിച്ചിട്ടുണ്ട്. പരാബോളിക് ആർക്കിന്റെ മാത്തമാറ്റിക്കൽ ഫോമാണ്. ഈ ഒരു പാത്തിലൂടെ മാത്രമാണ് നമ്മുടെ പ്രൊജക്ടൈൽ ട്രാവൽ ചെയ്യുന്നത്. പ്രൊജക്ടൈൽ നോക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ടേം നോക്കണം, മാക്സിമം ഹൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് അതിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ആ പ്രൊജക്ടൈലിന്റെ എത്രത്തോളം ഹൈറ്റ് അത് പോയി അതാണ് അതിന്റെ മാക്സിമം ഹൈറ്റ്. അതേപോലെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, അത് നമ്മൾ ക്യാപിറ്റൽ ആർ എന്നുള്ള രീതിയിൽ ഡിനോട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഞാൻ നേരത്തെ പറഞ്ഞ ടേംസ്. ഇതിൽ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ ആണ് 2v0 sin theta by g. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ തന്നെ വെക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടതാണ്. ടോട്ടൽ ടൈം ഒബ്ജക്ട് റിമെയിൻസ് ഇൻ ദ എയർ. അതായത് ആ ഒബ്ജക്ട് എയറിൽ അന്തരീക്ഷത്തിൽ എത്ര നേരം നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്ന ടേമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കാൽക്കുലേറ്റ്. മാക്സിമം ഹൈറ്റ് എച്ച് ആണ്. അത് എത്രത്തോളം ഹൈറ്റിൽ ആ പ്രൊജക്ടൈൽ എത്തി. അതിന് കാണാം v0 into sin theta whole square divided by 2g. ഇക്വേഷൻസ് നമ്മൾ തെറ്റരുത്. ഹയസ്റ്റ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അച്ചീവ്. ഓക്കെ. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു v0 whole square sin 3θ by g. മാക്സിമം ഡിസ്റ്റൻസ് റീച്ച്ഡ് അറ്റ് θ equal to 45 ഡിഗ്രി. θ 45 ഡിഗ്രിയിലാണ് നമ്മൾ ആ ഒബ്ജക്റ്റിനെ പ്രൊജക്ട് ചെയ്തെന്ന് വിചാരിക്കുക.
സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ റേഞ്ച് R എന്ന് പറയുന്നത്. അതായത് ഈ R-ന്റെ വാല്യൂ മാക്സിമം ആവുക എപ്പോഴാണ്, തീറ്റ 45 ഡിഗ്രി ആകുമ്പോൾ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. Range and angles. For a given initial velocity, the range is same for two complementary angles. അതായത് നിങ്ങൾക്ക് അറിയോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ഗിവൺ ഇനീഷ്യൽ വെലോസിറ്റി കൊടുക്കുകയാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും രണ്ട് കോംപ്ലിമെന്ററി ആംഗിൾ. അതായത് തീറ്റ എന്ന ആംഗിളിനും 90 ഡിഗ്രി മൈനസ് തീറ്റ രണ്ടും കോംപ്ലിമെന്ററി ആംഗിൾസ് ആണല്ലേ. ഇത് രണ്ടിനും എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി സെയിം ആയിരിക്കുക എന്നുള്ള കണ്ടീഷനിൽ റേഞ്ച് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് throwing a ball at 30 degree will reach the same distance as throwing it at 60 degree. 30 60 കോംപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അപ്പൊ 30 ഡിഗ്രിയിൽ നമ്മൾ ഒരു ബോൾ എറിഞ്ഞു, 60 ഡിഗ്രിയിൽ ഒരു ബോൾ എറിഞ്ഞു എന്നിരുന്നാലും രണ്ടും ഒരേ ഡിസ്റ്റൻസിലാണ് ആ ബോൾ എത്തിപ്പെടുക എന്നാണ് പറയുന്നത്. മാക്സിമം റേഞ്ച് ഓഫ് വേൾഡ്സ് അറ്റ് 45 ഡിഗ്രി. റേഞ്ച് ഞാൻ പറഞ്ഞു തീറ്റ 45 ഡിഗ്രി ആകുമ്പോഴാണ് മാക്സിമം നമുക്ക് റേഞ്ച് കിട്ടുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് സിമെട്രി എക്സിസ്റ്റ് ഇൻ ദ ട്രജക്ടറി. ഓക്കെ അല്ലേ. നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അപ്ലൈങ് ഫോർമുല. നമ്മൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. NCERT പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഫർദർ ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. അതുകൊണ്ട് NCERT പ്രോബ്ലംസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. എക്സാമ്പിൾ 4.9 ക്രിക്കറ്റ് ബോൾ ഫോൾ. നിങ്ങൾ ടെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ cricket ball is thrown at 28 meters per second at an angle of 30 degree with the horizontal. Calculate maximum height, time of flight, horizontal. എല്ലാം കണ്ടുപിടിക്കാനാണ് അറിഞ്ഞിരിക്കുന്നത്. 28 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൊടുത്തിട്ടുണ്ട്, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താണ്, ഇക്വേഷൻസ് മനസ്സിലാക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് മാത്രമേ ഇതിലുള്ളൂ. വെലോസിറ്റിയുടെ സ്ക്വയർ 28ന്റെ സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഡിഗ്രി ആംഗിൾ ആണ് ഡിവൈഡഡ് ബൈ 2g. ജിയുടെ വാല്യൂ 9.8. അങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് 10 മീറ്റർ ആണ് കിട്ടുന്നത്. എത്ര യൂണിറ്റിലാണ് ഇക്വേഷൻ ഫൈനൽ സൊല്യൂഷൻസ് എഴുതാം. Time of phi t എന്താണ് 2v sin theta 2 into v sin 30 degree divided by g 9.8 നമുക്ക് 2.9 സെക്കൻഡ് കിട്ടും. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിന്റെ ഇക്വേഷൻസ് കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആംഗിൾ റേഞ്ച് 69.3 മീറ്റർ. കൺഫ്യൂഷൻസ് ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ. ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്ഷൻ. എക്സാമ്പിൾ 4.8 ഹൈപ്പർ ഓൺ ഷേപ്പ്. നിങ്ങളുടെ പ്രോബ്ലം തന്നെയാണ്. The stone is thrown horizontally with 15 meters per second from a cliff 490 meter high. Find the time to hit the ground and speed. നമുക്ക് വെലോസിറ്റി തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, നമുക്ക് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ സ്പീഡും ടൈമും നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷൻ അറിയാം. ഡിസ്പ്ലേസ്മെന്റ് ഇക്വൽ ടു എത്രയാണ്, y ഇക്വൽ ടു ഹാഫ് vt സ്ക്വയർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം 490 മീറ്ററിൽ എത്തിയെന്നാണ് പറയുന്നത്. 490 കൊടുത്ത് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു g ഇൻറ്റു ടി സ്ക്വയർ വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് ജിയുടെ വാല്യൂ അറിയാം. പിന്നെ ഇവിടെ ടി സ്ക്വയർ അല്ലേ ഉള്ളൂ. ഇത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടിയുടെ വാല്യൂ കിട്ടും. ടി ഇക്വൽ ടു 10 സെക്കൻഡാണ് കേട്ടോ. നിങ്ങളത് അപ്പം തന്നെ ചെയ്ത് നോക്കുക, എന്നാൽ മാത്രമാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ. ദെൻ ഫൈനൽ സ്പീഡ് നമുക്ക് ജി കണ്ടുപിടിക്കണം. ജി കണ്ടുപിടിക്കണമെങ്കിൽ ജി എക്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ത്രോൺ ആണ്. അപ്പൊ ഹൊറിസോണ്ടലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് 15 മീറ്റർ പെർ സെക്കൻഡ്. ജി വൈ എന്ത് വരും, 9.8 ഇൻറ്റു 10 വരും. അതായത് ജി ടി അല്ല, ജി വൈ ഇക്വൽ ടു ജി ടി. ജി എന്ന് പറയുന്നത് 9.8 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 10 സെക്കൻഡ്. അപ്പൊ എത്ര കിട്ടി, 98 കിട്ടി. ഇനി നമുക്ക് ബി എന്ന് പറയുന്നത് എത്രയാണ് അറിയാൻ പറ്റുക, വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ ആണ്. നമ്മൾ വെലോസിറ്റി റിസോൾവ് വില ചെയ്ത്. അപ്പോൾ ബി ടേം എന്ന് പറഞ്ഞാൽ അതിന് ഹൊറിസോണ്ടലിന്റെയും വെർട്ടിക്കലിനും കോമ്പണന്റ് സ്ക്വയർ ചെയ്ത് എടുക്കാം. 15 സ്ക്വയർ വരും പ്ലസ് 98 സ്ക്വയർ വരും. സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ ആൻസർ എന്ത് ചെയ്യുന്നു, 99 മീറ്റർ പെർ സെക്കൻഡ് ആണ് അപ്രോക്സിമേറ്റ്ലി അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പഠിച്ചത്, മാക്സിമം റേഞ്ച് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 45 ഡിഗ്രി ആയി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് മാക്സിമം റേഞ്ചിൽ കവർ ചെയ്യും. ഇനി വെലോസിറ്റി ഈസ് മിനിമം ഇൻ ദ ഹയസ്റ്റ് പോയിന്റ്. ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് നമ്മൾ പരാബോള ആണെങ്കിൽ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ടാവില്ല, ഈ പോയിന്റിൽ എന്തായിരിക്കും വെലോസിറ്റി മിനിമം ആയിരിക്കും. വെർട്ടിക്കൽ വെലോസിറ്റി അറ്റ് പീക്ക് ഈസ് 0. ഈ പീക്കിൽ പരാബോളയുടെ പീക്കിൽ വെർട്ടിക്കൽ വെലോസിറ്റി അതായത് ജി വൈ എന്തായിരിക്കും, 0 ആയിരിക്കും. ഹൊറിസോണ്ടൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് നമ്മൾ പറഞ്ഞു. ഹൊറിസോണ്ടൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അതിനൊരു മാറ്റം വരാൻ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൊജക്ടൈൽ മോഷൻ വളരെ 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 ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് ഒരു കൺഫ്യൂഷൻസും വരില്ല.
ക്വസ്റ്റ്യൻ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ക്ലിയർ ആയിട്ടുള്ളതിന്റെ കൂടുതൽ പോർഷൻസ് കൂടി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇനി വേറെ ഏതൊക്കെ പോർഷൻസ് വേണം, ഏതൊക്കെ ക്ലാസ്സുകൾ വേണം എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നോട്ട്സ് എന്തെങ്കിലും വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി. താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെ